ഹായ്, ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ടീച്ചേഴ്സിന് AMS ERP ആപ്പ് ലോഗിൻ വഴി കുട്ടികളുടെ മാർക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ കോഡ് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. ബേസിക്കലി യൂസർ നെയിമും പാസ്വേഡും വരുന്നത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ആപ്പ് ലോഗിൻ. ഇവിടെ താഴെയായിട്ട് ERP ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ERP വെബ് ലോഗിനിലോട്ടായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു പോപ്പപ്പ് കിട്ടും. അത് ചേഞ്ച് പാസ്വേഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ടീച്ചേഴ്സിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. അല്ല അവർക്ക് ഡയറക്റ്റ് അക്കാഡമിക് മൊഡ്യൂളിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ റൈറ്റ് അപ്പർ സൈഡിലുള്ള ഹാംബർഗർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കാഡമിക് മൊഡ്യൂൾ കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്യുക. എക്സാംസ് കാണാം. എക്സാംസിൻ്റെ അണ്ടറിൽ നമുക്ക് GPA CC അവൈലബിൾ ആണ്. GPA എന്ന് പറയുന്നത് 11th 12th ഉള്ള കുട്ടികൾക്കും CC എന്ന് പറയുന്നത് 1 to 10th വരെയുള്ള കുട്ടികൾക്കും ഉള്ള മാർക്ക് എൻട്രി ചെയ്യാനാണ്. ഞാനിപ്പം CC സെലക്ട് ചെയ്യാണ്. CCയുടെ അണ്ടറിൽ CC എക്സാംസ് ഉണ്ട്. CC എക്സാംസിൻ്റെ അണ്ടറിൽ സ്കോളാസ്റ്റിക് മാർക്ക് എൻട്രി ചെയ്യാനും കോസ്കോളാസ്റ്റിക് മാർക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പം നമ്മൾ സ്കോളാസ്റ്റിക് മാർക്ക് ലിസ്റ്റ് സെലക്ട് ചെയ്യാണ്. ഇവിടെ എൻ്റർ മാർക്ക് എന്നുള്ള ഓപ്ഷൻ്റെ അണ്ടറിലാണ് ടീച്ചേഴ്സ് മാർക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പ് അവർ കോഴ്സ് സെലക്ട് ചെയ്യുക, ബാച്ച് സെലക്ട് ചെയ്യുക, ടേം സെലക്ട് ചെയ്യുക, അസസ്മെൻറ്റ് നെയിം സെലക്ട് ചെയ്യുക, എക്സാം നെയിം സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസും അവർക്ക് മാർക്ക് എൻട്രി ചെയ്യാനുള്ള പോർഷനും വരും. ഇവിടെയാണ് നമ്മൾ മാർക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. മാർക്ക് മാത്രമല്ലാണ്ട് ടീച്ചേഴ്സിന് കുട്ടികൾ ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ AB എന്നും കുട്ടികൾ മെഡിക്കൽ ലീവിലാണെന്നുണ്ടെങ്കിൽ ML എന്നും മാർക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ മാർക്കും എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് സേവ് ബട്ടൺ ഉണ്ട്. ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മാർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ഡയറക്റ്റ് മാർക്ക് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കോഴ്സ്, ബാച്ച്, ടേം, അസസ്മെൻറ്റ് നെയിം, എക്സാം നെയിം, സബ്ജക്റ്റ് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസും അവർക്ക് എത്ര മാർക്കാണോ എൻട്രി ചെയ്തിരിക്കുന്നത് ആ ഒരു ഫുൾ ലിസ്റ്റ് നമുക്കവിടെ വിസിബിൾ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് ഇപ്പം ടീച്ചേഴ്സ് ഈ ഒരു ടീച്ചറിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചർ ചാർജ് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ ബ്രോഡ്ഷീറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അക്കാദമിക് മൊഡ്യൂളിൽ പോവുക, എക്സാംസിൽ പോവുക. CC ആണെന്നുണ്ടെങ്കിൽ CCയിൽ സെലക്ട് ചെയ്യുക, CC എക്സാം എടുക്കുക, ബ്രോഡ്ഷീറ്റ് എന്നുള്ള ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ബ്രോഡ്ഷീറ്റ് ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാം, ബാച്ച് സെലക്ട് ചെയ്യാം, ടേം സെലക്ട് ചെയ്യാം, അസസ്മെൻറ്റ് നെയിം സെലക്ട് ചെയ്യാം, എക്സാം നെയിം സെലക്ട് ചെയ്യാം. ഇത്രയും സെലക്ട് ചെയ്തിട്ട് വ്യൂ റിപ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിലുള്ള ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസും അവരുടെ സബ്ജക്റ്റ് വൈസ് ഉള്ള മാർക്കും ടോട്ടൽ മാർക്കും ഇവിടെ വിസിബിൾ ആയിരിക്കും. ഇതാണ് ബ്രോഡ്ഷീറ്റ്. പിന്നെ ആ ഒരു ക്ലാസ് ടീച്ചറിന് ഈ ഒരു എക്സൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാനും പ്രിൻ്റ് എടുക്കാനുമുള്ള ഒരു പ്രിവിലേജ് കൂടി ഉണ്ട്. ഇതാണ് ആപ്പ് വഴി എങ്ങനെയാണ് ടീച്ചേഴ്സ് മാർക്ക് എൻട്രി ചെയ്യുന്നതെന്നും ബ്രോഡ്ഷീറ്റ് ക്ലാസ് ടീച്ചറിന് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് എടുക്കുന്നതും. താങ്ക് യു.